ചേരട്ടെ. ഉറക്കുമെന്തേ ഇണക്കുമെന്തേ പാടി പിടിച്ചു നിന്നെ. വാ 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 വാ, വരൂ വരൂ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? എനിക്ക് പോണം. പോകാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ടാ എന്റെ റൂമിൽ കയറിയത്? എത്ര നാളെ ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ? ഞാനോ? അയ്യേ, ഞാനോ ടൈപ്പൊന്നുമില്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല, ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. എന്താ ഉണ്ടായേ? എന്തുണ്ടായിട്ടുണ്ട്? പറയൂ. പറയാൻ യോഗ്യത ഉണ്ടോന്ന് അറിയില്ല. എന്നാലും നിന്നെക്കാളും മൂത്തതല്ലേ ചെറിയച്ചി. ഞങ്ങളെക്കാളൊക്കെ തന്റെ ഇടവും കാര്യപ്രാപ്തി നിനക്കുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. മുത്തശ്ശിനെ എത്ര കാലം വെച്ചിട്ടാ ചെറിയച്ചി? അന്ന് ചെറിയച്ചിക്ക് ഒരബദ്ധം പറ്റി. അന്ന് പക്ഷെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആരുള്ളത്? നമ്മൾ പെൺകുട്ടികളാണ്, കുറ്റം പറയാൻ ആളുകളുണ്ടാവുള്ളൂ. ഇഷ്ടമൊക്കെ പ്രായത്തിലുണ്ടാവും. എന്നാലും ചെറിയച്ചിക്ക് പറ്റിയ പോലെ ആവരുത്. മുത്തശ്ശി, നേരം വെളുക്കുമ്പോ മുതല് രാത്രി കിടക്കണ വരെ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ദേഷ്യമുണ്ടോ മുത്തശ്ശിക്ക് എന്നോട്? എന്റെ കുട്ടി, അങ്ങനെയൊന്നുമില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്നെ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടുണ്ടോ? കേട്ടപ്പോ ഒന്ന് പേടിച്ചോന്നേ ഉള്ളൂ. വേണ്ട മുത്തശ്ശി, ഒന്നും വേണ്ട. ഒക്കെ ഞാൻ മറന്നോളാം. മുത്തശ്ശിയെ വിട്ടിട്ട്, ചെറിയ ചേച്ചിയെ വിട്ടിട്ട് എനിക്കൊരു ഇഷ്ടവും വേണ്ട. ഇനി എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നില്ല. എനിക്കെന്റെ മുത്തശ്ശി, ചെറിയച്ചി, ചേച്ചി മാത്രം മതി. ഭാഗ്യമില്ലാത്ത കുട്ടികളാ നിങ്ങൾ. എനിക്ക് വിശക്കുണ്ട് കേട്ടോ. മുത്തശ്ശി എണീക്കൂ. എന്തിനെല്ലാരും ഇങ്ങനെ പട്ടിണി ഇരിക്കണേ? വരൂ, ഞാൻ ചോറ് വിളമ്പാം.
വലിയ ഗൗരവത്തിലാണല്ലോ കക്ഷി. മുത്തശ്ശി അതെ, രണ്ടുപേരും കൂടി വഴക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില. സുകുമാരന്റെ അനിയന് ചായ ഉണ്ടാക്കാൻ ആരതിയെന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലില്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും വേണ്ട, എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടിയോള് മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം അങ്ങോട്ട് വന്നാ മതി. ഈ നാട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തന്നെ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. ഭയ്യ, ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം. അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീ ഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചിയും ചെറിയച്ചയും പാവങ്ങളാ.
അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവണം വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല, സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരും അവിടുന്ന്. പൈസ മുത്തശ്ശിനും കൊണ്ട് എങ്ങോട്ട് പോകും നിങ്ങൾ? അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത, ഒരു മാഷ്ട മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങി ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുത് ഇനി. മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ വിച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം. നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. മൂന്ന് ജോഡി ചെരുപ്പ് തേഞ്ഞു. ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം. പോയ കാര്യം എന്തായാലും അങ്ങോട്ടേ. ഇന്നിപ്പോ തിരുവില്ലാമല, ഇന്നലെ പ്ലാപ്പറ്റ, മിനിഞ്ഞാന്ന് മാറഞ്ചേരി. പീടികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻകുട്ടി ഹാജര്. നേരെ വിടുക